തെറ്റ് ചെയ്ത ഒരാൾ തൗബ ചെയ്യാൻ തയ്യാറായാലോ إلا من تاب وآمن وعمل عملا صالحا തൗബ ചെയ്ത ഒരാൾ പിന്നെ ആ പഴയ തെറ്റുകൾ ആവർത്തിച്ചില്ല വഅമില അമലൻ സാലിഹാ പിന്നെ നല്ലത് മാത്രം ചെയ്തു ജീവിച്ചാൽ ഫഉലൈക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത് ഇന്നലെ വരെ തെറ്റ് ചെയ്തിരുന്ന ഒരാൾ ഇന്നത്തോടുകൂടി മാറാനും നന്നാവാനും തീരുമാനിച്ചാൽ തൗബ ചെയ്ത് ഇന്നലത്തെ തെറ്റിൽ നിന്ന് മാറി നിന്ന് അല്ലാഹുവിലേക്ക് മടങ്ങാൻ തയ്യാറായാൽ അല്ലാഹു പറയുന്നത് ഫഉലൈക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത് അവരുടെ തെറ്റുകളെ ഇന്നലെ വരെ ചെയ്ത തെറ്റുകളെ ഇന്നത്തോടുകൂടി അല്ലാഹു നന്മയാക്കി മാറ്റിമറിക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ. അപ്പൊ നമ്മളെല്ലാം നാളത്തോടുകൂടി പൂർണ്ണമായി നന്നാവാൻ തീരുമാനിച്ച് നന്നാവുകയാണ്. അങ്ങനെ തൗബയൊക്കെ ചെയ്ത് പഴയ കാല തെറ്റുകളൊക്കെ ഏറ്റുപറഞ്ഞ് അബൂലക ബിദംബി ഫഗ്ഫിർലി പടച്ചോനെ ഞാൻ തെറ്റംഗീകരിക്കുന്നു, എനിക്ക് നീ മാപ്പ് താ, ഇനി തെറ്റൊന്നും ചെയ്യില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്നലെ വരെ ചെയ്ത എല്ലാ തെറ്റുകളെയും അള്ളാഹു നന്മയാക്കി മാറ്റിമറിക്കുമെന്ന്, അതിനൊക്കെ പ്രതിഫലം തരുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബക്കറ്റ് ഉണ്ടെങ്കിൽ വേഗം കൊടുത്തോളി സംഘാടകര്, ബക്കറ്റൊക്കെ കൊടുക്കാനുണ്ടെങ്കിൽ. ഇതാണ് അള്ളാഹു. ഈ റബ്ബിനെയാണ് നമ്മൾ തിരിച്ചറിയാതെ പോയത്. പലരും അള്ളാഹുവിലേക്ക് അടുക്കാതിരിക്കുന്നത് പടച്ചോൻ എനിക്ക് പുറത്തു തരുമെന്ന് പേടിച്ചിട്ടാണ്. ഞാൻ ഇത്ര തെറ്റ് ചെയ്തു, ഇനി എന്നെ റബ്ബ് സ്വീകരിക്കോ എന്ന പേടിയാണ്. അവരോടാണ് അള്ളാഹു പറഞ്ഞത് ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്, നിങ്ങൾ അള്ളാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് നിരാശരാവരുത്, നിങ്ങളുടെ കൂടെ ഞാനുണ്ട് എന്നാണ് അള്ളാഹു പറഞ്ഞത്. നിങ്ങൾ നിരാശരാവണ്ട, നിങ്ങളുടെ കൂടെ ഞാനുണ്ട്. ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്, അള്ളാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് നിങ്ങൾ നിരാശരാവരുത്. ഇനി കേൾക്കണം, അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് ഇർഹമു മൻ ഫിൽ അർളി യർഹമുകും മൻ ഫിസ് സമാ, ഇർഹമു മൻ ഫിൽ അർളി യർഹമുകും മൻ ഫിസ് സമാ. ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കാരുണ്യം കാണിച്ചാൽ ആകാശത്തുള്ളവൻ നിങ്ങളോട് കാരുണ്യം കാണിക്കും. അള്ളാഹുവിന്റെ കാരുണ്യം, അള്ളാഹുവിന്റെ സ്നേഹം വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ എന്തു ചെയ്യണം? അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ നോട്ടം നോക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ എന്തു ചെയ്യണം? ഇർഹമൂ മൻ ഫിൽ അർളി യർഹമുകും മൻ ഫിസ് സമാ. ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കാരുണ്യം കാണിച്ചാൽ ആകാശത്തുള്ള റബ്ബ് നിങ്ങളോട് കാരുണ്യം കാണിക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടം ആരോടാണ്? നിസ്കരിക്കുന്നവരോടാണോ? അല്ല. അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടം തഹജ്ജുദ് നിസ്കരിക്കുന്നവരോടാണോ? അല്ല. പിന്നെ ആരോട്? സകാത്ത് കൊടുക്കുന്നവരോടോ സദഖ കൊടുക്കുന്നവരോടോ? അല്ല. അല്ലാഹു ഏറ്റവും സ്നേഹിക്കുന്നത് അഹബ്ബുന്നാസി ഇലല്ലാഹി അൻഫഉഹും ലിന്നാസ്, ജനങ്ങൾക്ക് ഏറ്റവും നന്നായി ഉപകാരം ചെയ്യുന്നവർ ആരാണ്? അവരോടാണ് അല്ലാഹുവിന് ഏറ്റവും വലിയ ഇഷ്ടമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ഏറ്റവും ഇഷ്ടം ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്ന ആളുകളോടാണ്. അഹബ്ബുന്നാസി ഇലല്ലാഹ്, ജനങ്ങളിൽ നിന്ന് അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്നതാരെ? നമ്മളൊക്കെ സദസ്സിൽ കുറെ ആളുകൾ നോക്കിയിരിക്കുന്നുണ്ട്. നമ്മൾ ഏറ്റവും പടച്ചോൻ ഇഷ്ടപ്പെടുന്നത് ആരായിരിക്കും? നമ്മുടെ കൂട്ടത്തിൽ ജനങ്ങൾക്ക് നന്മ ചെയ്യുന്ന ആളുകൾ, സോഷ്യൽ വർക്ക്, സാമൂഹിക സേവനം ചെയ്യുന്ന ആളുകൾ, പൊതുപ്രവർത്തനം ചെയ്യുന്ന ആളുകൾ, ഇഖ്ലാസോടുകൂടി അള്ളാഹുവിന്റെ പ്രീതി ആഗ്രഹിച്ച് ഇഖ്ലാസോടുകൂടി പൊതുപ്രവർത്തനം ചെയ്യുന്ന ആളുകൾക്ക് അവരോടായിരിക്കും അള്ളാഹുവിന് ഇഷ്ടമുണ്ടാവുക. അഹബ്ബുന്നാസി ഇലല്ലാഹി അൻഫഉഹും ലിന്നാസ്. അതുകൊണ്ട് വെറും തസ്ബീഹ് മാല മാത്രം പിടിച്ച് ജീവിക്കരുത്. വെറും നിസ്കാരം, പള്ളി ബാങ്ക് കൊടുക്കുമ്പോൾ പള്ളിക്ക് പോവാൻ തിരിച്ചു വരിക, ഞാൻ എന്റെ കുടുംബം, ഇത് മാത്രമായിട്ട് ജീവിതം ഒതുക്കരുത്. ഒന്ന് പൊതുജനങ്ങളിലേക്ക്, നാട്ടിലേക്ക്, സാമൂഹിക പ്രവർത്തനങ്ങളൊക്കെ കാഴ്ചവെക്കുക, സാമൂഹിക സേവനം ചെയ്യുക.
ജനങ്ങളെയൊക്കെ സഹായിക്കുക, ജനങ്ങൾക്കൊക്കെ ഹെൽപ്പ് ചെയ്യുക, പൊതുപ്രവർത്തനങ്ങളിൽ ചാരിറ്റി പ്രവർത്തനങ്ങളിലൊക്കെ സജീവമാവുക. ഇതൊക്കെ നമ്മൾ ചെയ്യേണ്ടതാണ്. അഹബ്ബുന്നാസി ഇലല്ലാഹി അൻഫഉഹും ലിന്നാസ്. ജനങ്ങൾക്ക് നന്നായി ഹെൽപ്പ് ചെയ്യുന്ന ആളുകൾ, അവരെയാണ് അല്ലാഹുവിന് ഇഷ്ടം. അത്തരം ആളുകൾ അല്ലാഹുവിന്റെ ഇഷ്ടക്കാരാണ് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വഅഹബ്ബുൽ അഅമാലി ഇലല്ലാഹി തആല. അല്ലാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്ന അമൽ ഏതാണ്? സുറൂറുൻ യുദ്ഖിലുഹു അലാ മുസ്ലിം. നിങ്ങളുടെ സഹോദരങ്ങൾക്ക് സന്തോഷം നൽകലാണ് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അമൽ ഏതാണ്? എന്താണ് ഏറ്റവും ഇഷ്ടപ്പെട്ട അമല്? ഏതാ? തഹജ്ജുദ് നിസ്കരിക്കലാണോ? നോമ്പോക്കലാണോ? അല്ല. സുറൂറുൻ യുദ്ഖിലുഹു അലാ മുസ്ലിം. നിന്റെ സഹോദരന് സന്തോഷിപ്പിക്കുക, അതാണ് ഏറ്റവും അല്ലാഹുക്ക് ഇഷ്ടപ്പെട്ട അമല്. അപ്പൊ നമ്മൾ കുറെ ഈ ഖുർആൻ ഓതിയിട്ടും ജനങ്ങളോട് തീരെ ബന്ധമില്ലാതെ ഇബാദത്ത് എടുത്തിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല. ജനങ്ങളോട് ബന്ധമില്ലാതെ നാട്ടുകാരെ വെറുപ്പിച്ചിട്ട്, കുടുംബക്കാരെ വെറുപ്പിച്ചിട്ട്, വീട്ടുകാരെ വെറുപ്പിച്ചിട്ട് നിങ്ങൾ കൊട്ടക്കണക്കിന് അമല് ചെയ്തിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല. ഈ അമലിന്റെ കൂടെ ജനങ്ങൾക്ക് പൊതുപ്രവർത്തനങ്ങൾ ചെയ്യാനും സുരക്ഷ സഹായിക്കാനും അവരോട് സഹകരിക്കാനും അവർക്ക് വേണ്ടുന്ന സഹായങ്ങളൊക്കെ ചെയ്യാനും നമ്മൾ ശ്രദ്ധിച്ചാൽ നമ്മൾക്ക് ആഖിറത്തിൽ രക്ഷപ്പെടാം. സുറൂറുൻ യുദ്ഖിലുഹു അലാ മുസ്ലിം. ഒരു മുസ്ലിമിനെ സന്തോഷിപ്പിക്കുക, ഒരു സഹോദരൻ, നിന്റെ സഹോദരൻ ആരുമായിക്കോട്ടെ, നിന്റെ അപ്പുറത്തുള്ള അയൽവാസി, മുസ്ലിം ആയാലും അല്ലേലും നിന്റെ കൂടെയുള്ള ആളുകൾ, നിന്റെ കൂടെ ജോലി ചെയ്യുന്നവർ, നിന്റെ കൂടെ പഠിക്കുന്നവർ, നിന്റെ നാട്ടിലുള്ളവർ, നിന്റെ ചങ്ങാതിമാർ, അവരൊക്കെ സന്തോഷിപ്പിക്കുക എന്നതാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അമൽ. അള്ളാഹു പൊതുജനങ്ങളുമായി ബന്ധപ്പെടുന്ന സ്വഭാവത്തിനാണ് അള്ളാഹു പ്രാമുഖ്യം നൽകിയത്. സ്വർഗത്തിലേക്ക് എത്തുന്ന അമൽ ഏതാണ് എന്ന് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ചോദിച്ചപ്പോ അള്ളാഹുവിന്റെ ഹബീബ് ഒന്നാമതായി പറഞ്ഞത് ജനങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യലാണ്. സ്വർഗത്തിലേക്ക് എത്തുന്ന അമൽ ഏതെന്ന് എന്നോട് പറഞ്ഞു തരുമോ അബൂ ഹുറൈറ തങ്ങൾ? സ്വർഗത്തിലേക്ക് എത്തുന്ന അമൽ ഏതാണെന്ന് പറഞ്ഞു തരുമോ നബിയേ എന്ന് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ചോദിച്ചപ്പോഴാണ് അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറുപടി നൽകിയത്, അഫ്ശുസ് സലാമ. ജനങ്ങൾക്ക് ദുആ ചെയ്യുക, ജനങ്ങൾക്ക് ദുആ ചെയ്യുക. എന്താ സലാം എന്ന് പറഞ്ഞാൽ? അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ എന്താ? ജനങ്ങൾക്ക് ദുആ ചെയ്യുക. അഫ്ശുസ് സലാം. അപ്പോൾ അല്ലാഹുവിന് ഇഷ്ടം സ്വർഗത്തിലേക്ക് എത്താനുള്ള എളുപ്പവഴി ജനങ്ങൾക്ക് ദുആ ചെയ്യലാണ്. എന്താ ദുആ? എന്താ പ്രാർത്ഥന? അല്ലാഹുവേ, അല്ലാഹു നിനക്ക് രക്ഷ നൽകട്ടെ, അല്ലാഹു നിനക്ക് സമാധാനം നൽകട്ടെ, അല്ലാഹു നിനക്ക് ആശ്വാസം നൽകട്ടെ. ഇങ്ങനെ ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് വേഗം സ്വർഗത്തിലെത്താൻ. എങ്ങനെയുണ്ട്? സ്വർഗത്തിലേക്ക് എങ്ങനെ എത്തുക? നന്നായി സലാം പറയാ. അഫ്ശുസ് സലാം. നന്നായി സലാം പറയുന്ന ആളുകൾ അഫ്ശുസ് സലാം. ആരോടാണ് സലാം പറയേണ്ടത്? വലിയവരോടും ചെറിയവരോടും ചങ്ങാതിമാരോടും കണ്ടവരോടൊക്കെ സലാം പറയാ. എല്ലാരോടും സലാം പറയാം. സലാം അലൈക്കും, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ രക്ഷ ഉണ്ടാവട്ടെ. വഅലൈക്കും സലാം, നിങ്ങൾക്കും. ഇതിനിപ്പോ സ്വർഗത്തിൽ തന്നെ എന്താ ഉള്ളത്? അല്ലാഹു പ്രാധാന്യം നൽകുന്നത് പൊതുജനങ്ങളുടെ പ്രവർത്തനത്തിലാണ്, ജനങ്ങളോടുള്ള കാരുണ്യ പ്രവർത്തനത്തിലാണ് അല്ലാഹുവിന് താല്പര്യം. നിങ്ങൾ ഒറ്റയ്ക്കിരുന്ന് ഭജനം ഭൂജനയും ആരാധനയും ഹേ നിർത്തുക സാധു എന്ന് പറഞ്ഞിട്ടൊരു കവിതയുണ്ട്. നിന്റെ ഭജനവും നിന്റെ തസ്ബീഹുമല്ലും തസ്ബീഹ്മാലയും ജപമാലയും എല്ലാം നീ നിർത്ത്. അവിടെ ഒന്നല്ല റബ്ബുള്ളത് റോഡിന്റെ സൈഡിൽ പാറ പൊട്ടിച്ചുകൊണ്ടിരിക്കുന്ന കൂലി പണിക്കാരന്റെ അടുത്താണ് എന്നർത്ഥമുള്ള ഒരു കവിത. അതേപോലെ നിങ്ങൾ ഒറ്റയ്ക്കിരുന്ന് തസ്ബീഹും ചൊല്ലി ഖുർആൻ ഓതി ദിക്റും ചൊല്ലി ഇസ്തിഗ്ഫാർ ചൊല്ലി ആടിങ്ങനെ ചടഞ്ഞിരിക്കുന്നതിനേക്കാളും പടച്ചോന് ഇഷ്ടം എന്താ? മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഒരു ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഹെൽപ്പ് ചെയ്യുക. കാരണം എന്തേ? നമ്മളും അല്ലാഹുവിന്റെ അടിമയാണ്, അവരും അല്ലാഹുവിന്റെ അടിമയാണ്. അല്ലാഹുവിന്റെ സൃഷ്ടിയെ സഹായിക്കലാണ് അല്ലാഹുവിന് ഇഷ്ടം. അഫ്ശുസ് സലാം. നിങ്ങൾ നന്നായി സലാം പറയണം. ആരോടാണ് സലാം പറയേണ്ടത്? അവലാ അദുല്ലുകും അലാ ശൈഇൻ ഇദാ ഫഅൽതുമൂഹു തഹാബബതും. നിങ്ങൾക്ക് ഞാൻ സ്നേഹം വർദ്ധിക്കാനുള്ള ഒരു തന്ത്രം പഠിപ്പിച്ചു തരട്ടെ എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുന്നുണ്ട്. സ്നേഹം കൂടാനുള്ള വഴി പഠിപ്പിച്ചു തരട്ടെ. ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ചൊടി ഉണ്ടാവൂല, പിന്നെ കസേരേറുണ്ടാവൂല, കല്ലേറുണ്ടാവൂല, അതൊക്കെ നിർത്തണം. എന്താ വഴി? അഫ്ശുസ് സലാം.
നിങ്ങൾ സലാം പറയും. ഇതിപ്പോ സംഘടനക്കാരോട് സലാം പറയില്ലല്ലോ, പാർട്ടി മാറിയാ സലാമില്ലല്ലോ അല്ലേ? അങ്ങനെയല്ലേ? പാർട്ടി മാറിയാ സലാമില്ല, സംഘടന മാറിയാ സലാമില്ല, പിന്നെ എന്ത് സലാം, എന്ത് മുസ്ലിം? അങ്ങനെ കാരാ പറഞ്ഞു. സംഘടനയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സംഘടനയിൽ പ്രവർത്തിച്ചോ, അതൊന്നല്ല ഇവിടെ വിഷയം. പക്ഷേ സ്വഭാവം എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറി. മറ്റു സംഘടനക്കാരനെ കാണുമ്പോൾ ഞാൻ സലാം പറയൂല, മറ്റേ പാർട്ടിക്കാരനെ കാണുമ്പോൾ അവന്റെ കൂടി മറ്റേ കളറാനും നമുക്ക് പറ്റൂല. അതിലൊന്നുമില്ല. വ്യക്തികൾക്ക് എന്തോ ആവാം, ഓരോ ആളുകളുടെ ചോയ്സാണ്, ഓരോ ആളുടെ ഇഷ്ടമാണ്, ഇങ്ങനെ ഏത് പാർട്ടി ഏത് സംഘടന. പക്ഷെ മുസ്ലിമീങ്ങളായ നിങ്ങളുടെ സഹോദരങ്ങളൊക്കെ കാണുമ്പോ സലാം ചെല്ലാൻ പഠിപ്പിച്ചത് എല്ലാരോടും സലാം പറയാം. നിങ്ങളുടെ സ്നേഹം വർദ്ധിക്കാൻ അത് കാരണമാകുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. ഭാര്യയോട് സ്നേഹം കൂടണോ? ഇടക്കിടക്ക് സലാം പറഞ്ഞോളി ഭാര്യയോട്. അസ്സലാമു അലൈക്കും. സലാം. കുച്ചില് പോയി, കിച്ചണിൽ പോയി, ഭാര്യ കിച്ചണിലാണ്. കാസർഗോഡ് ഭാഷയിൽ കുച്ചിൽ എന്നാ പറയാ. കിച്ചൺ. നിങ്ങളെ ഭാഷയിൽ എന്താ പറയാ? കിച്ചൺ. കിച്ചൺ കുച്ചിൽ എന്ന് പറയും കാസർഗോഡ് ഭാഷയിൽ. അപ്പോ കിച്ചണിൽ പോയി ഭാര്യ എന്തെങ്കിലും ചായ വെക്കാൻ. അപ്പൊ കിച്ചണിലേക്ക് പോകുമ്പോ ഭാര്യ അടുക്കളയിലാണ്. അസ്സലാമു അലൈക്കും എന്ന് പറയാ ഭാര്യയോട്. തിരിച്ച് റൂമിൽ വന്നിട്ട് ഇരുന്നു. ഭാര്യ ചായ കൊണ്ടുവരുമ്പോ ഭർത്താവ് മുറിയിലുണ്ട്. അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞിട്ട് മുറിയിൽ കയറാം. ഇതൊക്കെ സ്നേഹം കൂടാൻ കാരണമാവുന്നതാണ് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. ദാമ്പത്യ ജീവിതത്തിൽ വലിയ ഖൈറും ബർക്കത്തൊക്കെ കാണാൻ പറ്റും. നന്നായി സലാം ചൊല്ലിക്കോളി. മക്കളോട് സലാം ചൊല്ലണം. ഉപ്പയോട്, മാതാപിതാക്കളോട്, കുടുംബക്കാരോട്, ചങ്ങാതിമാരോട്, നിങ്ങളുടെ ശത്രുക്കളോട് എല്ലാരോടും സലാം പറയും. അതോടുകൂടി ശത്രുക്കൾ ചങ്ങാതിയായിട്ട് മാറും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ ഹബീബിനോട് ചോദിച്ചത്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ, സ്വർഗ്ഗത്തിലേക്ക് എത്താനുള്ള വഴി എനിക്ക് പഠിപ്പിച്ചു തരണമെന്ന് പറഞ്ഞപ്പോ നബി തങ്ങൾ പഠിപ്പിച്ചത് അഫ്ശുസ്സലാം. അബൂ ഹുറൈറ, സലാം പറയണം എല്ലാ ആളുകളോടും, എന്നാ സ്വർഗ്ഗത്തിലെത്താം. പിന്നെയോ രണ്ടാമതായി പറഞ്ഞത് അത്ഇമുത്ത്വാം, ജനങ്ങൾക്ക് ഭക്ഷണം നൽകണം. അവിടെയും പറഞ്ഞില്ല നിസ്കരിക്കാൻ, അവിടെയും പറഞ്ഞില്ല ഹജ്ജ് ചെയ്യാൻ, അവിടെയും പറഞ്ഞില്ല നോമ്പോക്കാൻ. ജനങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുക. ഇടക്കിടക്ക് ചങ്ങാതിമാരൊക്കെ വിളിച്ചിട്ട് കുളപ്പുറത്തൊക്കെ പോയിട്ട് നല്ല പാർട്ടി കൊടുക്കുക. അല്ലെ? ഇവിടെ നിങ്ങളുടെ നാട്ടിൽ മെയിൻ ഭക്ഷണത്തിന്റെ ഏരിയ ചങ്കുവെട്ടിയോ, ചെമ്മാട്, എവിടെ? കുളപ്പുറം. അടുത്ത ടൗൺ ഏതാണ്? കോട്ടക്കല്. കോട്ടക്കല് പിന്നെ ആയുർവേദ അതല്ലേ അറിയപ്പെട്ടത്. അപ്പോ ഭക്ഷണം കൊടുത്താല് സ്വർഗം കിട്ടുമെന്ന്. കുടുംബക്കാരെ, നാട്ടുകാരെ, ചങ്ങാതിമാരെ, പിന്നെ സഹപാഠികളെ, സഹപ്രവർത്തകരെ, ഇവരൊക്കെ വിളിച്ചിട്ട് ഇടക്കിടക്ക് വീട്ടിൽ കൊണ്ടുവന്നിട്ട് നല്ല ഭക്ഷണം കൊടുക്കുക. ഭക്ഷണം കൊടുക്കാന്ന് പറഞ്ഞാല് 10,000 പൊടിച്ച് വലിയ ആടും പോത്തും വെക്കണമെന്നല്ല. നിങ്ങൾക്ക് കഴിയുന്ന, നിങ്ങളുടെ ഭാര്യ ഉണ്ടാക്കുന്ന നല്ല മാധുര്യമുള്ള നല്ല ടേസ്റ്റി ഫുഡ്, അതെന്ത് കുറച്ചാലും കുഴപ്പമൊന്നുമില്ല, കൊടുക്കുക. ഇതൊക്കെ സ്നേഹം കൂടാൻ കാരണമാകും. ഇവിടെയും നബി തങ്ങൾ പരിഗണന നൽകിയത് പൊതുജനങ്ങൾക്കാണ്. ജനങ്ങൾക്ക് ഭക്ഷണം കൊടുക്കണം. സ്വർഗത്തിലെത്താൻ ജനങ്ങൾക്ക് ഭക്ഷണം കൊടുക്കണം. മൂന്നാമതായി ചോദിച്ചു, പിന്നെ എന്ത് നബിയെ? പിന്നെയും പറഞ്ഞു വസിലുൽ അർഹാം, കുടുംബക്കാരോട് വളരെ മാന്യമായി പെരുമാറണം. അവിടെയും പൊതുജനം തന്നെ. സ്വന്തം കാര്യമല്ല. അള്ളാഹ്ക്കൊരു നിങ്ങളെ ആവശ്യമില്ല അമല്. അള്ളാഹ്ക്ക് നിങ്ങളെ അമല് ചെയ്യേണ്ട ആവശ്യമില്ലെങ്കിൽ പൊതുജനങ്ങളോട് നന്മ ചെയ്യും. കുടുംബക്കാരോട് മാന്യമായി പെരുമാറി കുടുംബ ബന്ധം ചേർക്കണം. ആരോടും പിണങ്ങരുത്, ആരോടും മോശമായി പെരുമാറരുത്. അടിക്കുകയോ ഇടിക്കുകയോ കേസുകൾ ഫയൽ ചെയ്യുകയോ ചെയ്യരുത്. തർക്കങ്ങൾ ഉണ്ടായാൽ പെട്ടെന്ന് മാപ്പ് നൽകണം. ജനങ്ങൾക്ക് മാപ്പ് നൽകണം. ദേഷ്യം കടിച്ചു പിടിക്കണം. ഇവർക്കാണ് അല്ലാഹു സ്വർഗ്ഗം നൽകുക. ഇവർക്കാണ് സാരിഊ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർളുഹസ് സമാവാതു വൽ അർദ്. ആകാശഭൂമികളെക്കാളും വിശാലമായ സ്വർഗം നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ അതിനു വേണ്ടി മത്സരിക്കണം. എങ്ങനെയാണ് മത്സരിക്കുന്നത്? ആർക്കാണ് ആ സ്വർഗമുള്ളത്? മുത്തഖീങ്ങളായ ആളുകൾക്ക്. അല്ലദീന യൂഫികൂന ഫിസ്സറാഇ വല്ലറാഇ വൽകാളിമീനൽ ഗൈള വൽആഫീന അനിന്നാസ്. ജനങ്ങൾക്ക് മാപ്പ് നൽകുന്നവർ. ഇങ്ങോട്ടടിച്ചാൽ ഞാൻ നിങ്ങൾക്ക് പൊരുത്തപ്പെട്ടു, ഇങ്ങോട്ടടിച്ച് അങ്ങോട്ട് കൊടുക്കലല്ല. ഇങ്ങോട്ട് മോശമായി പെരുമാറിയാല്
അങ്ങോട്ട് പാര വെക്കലല്ല, വൈരാഗ്യം വെച്ച് നടക്കലല്ല. കുഴപ്പമില്ല, പാവല്ലേ, അറിയാതെ ചെയ്തതല്ലേ, അള്ളാഹു പുറത്തു കൊടുക്കട്ടെ, ഞാൻ നിങ്ങൾക്ക് മാപ്പ് നൽകി. ഇത് കഴിയോ നിങ്ങൾക്ക്? നമ്മുടെ ഈഗോ വെച്ച് നോക്കുമ്പോൾ ഇത് കഴിയോ? നമ്മളെങ്ങനെങ്കിലും ഒന്ന് താഴെ ഇരുത്തണമെന്ന് വിചാരിച്ച് നടക്കുന്ന ആളുകൾക്ക് മാപ്പ് നൽകാൻ നമുക്ക് കഴിയോ? അത് കഴിയാത്ത നമ്മുടെ ഈഗോയുടെ ഭാഗമാണ്. ഒരു ചെറിയൊരു അഹങ്കാരം ഇല്ല എന്ന് പറയാൻ നമ്മൾക്ക് പറ്റും? ഇവിടെ ഇരിക്കുന്ന ആളുകൾക്ക് ആർക്കെങ്കിലും പറ്റുമോ? അഹങ്കാരം തീരെ ഇല്ല എന്ന് പറയുന്ന ആളുകൾ ഉണ്ടെന്നൊക്കെ പോക്കെ. എനിക്ക് തീരെ കിബിറില്ല എന്ന് പറയുന്ന ആളുകൾ ഒരാളുണ്ട്. ഒരാളെ ഈ സദസ്സിൽ സ്വർഗത്തിൽ പോകുള്ളൂ എന്നർത്ഥം. കിബറിന്റെ ചെറിയൊരു അംശം ഉണ്ടെങ്കിൽ സ്വർഗത്തിൽ കിടക്കൂല എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നിങ്ങൾ തന്നെ സംഭവിച്ചു, കുറച്ച് കിബറുണ്ട്, അപ്പൊ സ്വർഗത്തിൽ കിടക്കുവോ? ആകെ ഒരാളിപ്പോ സ്വർഗത്തിൽ കിടക്കുള്ളൂ. പഠിച്ചോനെ, നിങ്ങൾ നമുക്ക് വേണ്ടി ദുആ ചെയ്യണം, സ്വർഗത്തിൽ കിടക്കുന്ന ആള്. അള്ളാഹു നമ്മൾക്കൊക്കെ സ്വർഗം നൽകട്ടെ. അപ്പൊ ചെറിയൊരു കിബറിന്റെ അംശം ഉള്ളത് കൊണ്ടാണ് നമ്മൾക്ക് മാപ്പ് നൽകാനൊന്നും പറ്റാത്തത്. കിബറില്ലേ, എല്ലാം പൊരുത്തപ്പെട്ടു കൊടുക്കും, അടിച്ചാലും ഉണ്ടൂല,